പാച്ചുവിൻ്റെ പിറന്നാളാട്ടോ. പാച്ചൂട്ടിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. പാച്ചൂട്ടൻ ആരാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ 28 പിറന്നാളിൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം പാച്ചൂട്ടിൻ്റെത്. അപ്പോൾ ഞാനിന്ന് കേക്ക് കൊടുന്ന കുഞ്ഞ് കേക്കാട്ടോ. ഞാൻ വാങ്ങിക്കൊണ്ടത് കുഞ്ഞ് കേക്കാണ്. അത് പിന്നെ ഏട്ടൻ വാങ്ങിയ കേക്കാണ്. അപ്പോൾ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ ഇന്ന് രാവിലെ തുടങ്ങി കേട്ടോ. പാച്ചൂട്ട് നല്ല വാശിയായിരുന്നു. ഒന്നാമത് ഉറങ്ങണതിൻ്റെ ഒരു പ്രശ്നം അവനുണ്ട്, ഉറക്കം ശരിയാവാത്തതിൻ്റെ. അപ്പോൾ കേക്ക് മുറിക്കാനാണെങ്കിലും ഭക്ഷണം കഴിക്കാനാണെങ്കിലും ഒക്കെ അവന് വാശിയായിരുന്നു. കേക്കൊന്നും മുറിക്കാൻ കൂട്ടാക്കിയേ ചെയ്തിരുന്നില്ല. അപ്പോൾ കത്തി അവൻ കൊടുക്കണേ ഇല്ല ഏട്ടൻ്റെ കയ്യിൽ. അങ്ങനെ കേക്ക് മുറി കാര്യങ്ങളൊക്കെ നടന്നു. വാശി പിടിച്ചിട്ടാണ് കേക്ക് മുറി. പിന്നെ നമ്മൾ കേക്ക് കൊണ്ടുവരുമ്പോൾ അമ്മ വീട്ടിൽ നിന്ന് കേക്ക് കൊടുന്ന് ആദ്യം കേക്ക് മുറിക്കാമെന്നുണ്ട്. അപ്പോൾ ഞാൻ കൊടുന്ന കേക്കിനെയാണ് ഏട്ടനും ചേച്ചും കൂടിയിട്ട് ആദ്യം കട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അവർ രണ്ടാമത് അവർ വാങ്ങി കേക്കാണ് കട്ട് ചെയ്തത്. പാച്ചുവിന് അത് മധുരത്തോടൊന്നും പാച്ചുവിന് വലിയ താല്പര്യമില്ലാത്ത തന്നെയാണ്. ഞങ്ങൾ കൊടുത്ത് കേക്ക് മുറിച്ചപ്പോൾ തന്നെ ഏട്ടൻ ചോദിക്കേണ്ട മറ്റേ കേക്ക് കട്ട് ചെയ്യണോ എന്നുള്ളത്. അതും കട്ട് ചെയ്തു. പക്ഷെ അവന് വാശി കാരണം അവൻ മുറിക്കാനൊന്നും കൂട്ടാക്കണില്ല. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ തന്നെ പാച്ചൂട്ട നാട് നല്ല ഉറക്കായിരുന്നു. അവന് മധുരത്തോട് തീരെ താല്പര്യമില്ല. മധുരം കഴിക്കാൻ തീരെ ഇഷ്ടമല്ലാത്ത കുട്ടിയാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഓരോരുത്തർ വന്നിട്ട് അവന് കേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് കൊടുക്കുന്നത് ഏട്ടൻ്റെ അമ്മയാണ്. പിന്നെ സാരി ചുറ്റിയത് എൻ്റെ അമ്മയാണ് കേക്ക് കൊടുക്കുന്നത്. ആര് കേക്ക് കൊടുത്താലും അവൻ കഴിക്കാൻ കൊണ്ട് വാശി കൂടുതലായിരുന്നു. പിന്നെ അത് ഏട്ടൻ്റെ പെങ്ങളാണ് ചെറിയ കുട്ടീനായിട്ട് പിടിച്ചിട്ട് കേക്ക് കൊടുക്കുന്നത്. കിച്ചു എന്ന് പറയും. മറ്റത് മേമയാണ്. മേമ അവനെ വാശി എടുക്കാൻ നിൽക്കാൻ ചുവപ്പ് ഷർട്ട് ഇട്ടിട്ട് കേക്ക് കൊടുക്കുന്നത് ചേച്ചിയുടെ ഭർത്താവിൻ്റെ ഏട്ടനാണ്. പക്ഷെ അവൻ്റെ അച്ഛനേക്കാളും അമ്മയെക്കാളിലും ഇഷ്ടം വലിയേട്ടനെയാണ്. ഇപ്പം എത്ര ഇതായാലും ആര് വിളിച്ചാലും വലിയേട്ടനെ എടുത്തിക്കാൻ നന്നായിട്ട് പോകും. വലിയേട്ടനെ ഇടാൻ നല്ല കമ്പനിയാണ്. പിന്നെ ഓരോരുത്തർക്ക് കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ ഉണ്ണിക്ക് ഫുഡ് കൊടുക്കണമല്ലോ. ആദ്യം അവന് ഫുഡ് കൊടുത്തിട്ടാണ് എല്ലാവരും കഴിച്ചത്. ഉണ്ണിക്കപ്പോൾ ചേച്ചിയായിട്ട് കൂടിയിട്ട് ഫുഡ് കൊടുക്കും. ഉണ്ണിക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഏട്ടൻ്റെ പെങ്ങളുടെ കുട്ടി അവിടെ വന്നിരുന്നു ഫുഡ് കഴിക്കാൻ. അവന് അവരുടെ ഒപ്പം ഇരുന്നിട്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഞാൻ പിന്നെ ഫുള്ള്